ഭദ്രേട്ടാ, എന്ത്? ഈ പുക ഒന്ന് അവൾക്കിത് ശ്വാസം മുട്ടൽ കൂടുതലാ ഈ പുക കാരണം. ആദ്യം നീ ആ പ്ലാവിന്റെ കൊണ്ടകളൊക്കെ വെട്ട്. ചേട്ടാ, ഞാൻ ഉടനെ വെട്ടാം. ഇപ്പൊ ചക്ക പിടിച്ച് നിൽക്കുക, അതും വരിക്ക ചക്ക ആയതുകൊണ്ടാ. നീ ഇത് കുറെ നാളായി പറയണതല്ലേ? ഇതാ, ഇതിലൊരു കുറിപ്പ് കൂടിയുണ്ട്. സാധനങ്ങൾ വാങ്ങണം. ഹലോ ചേട്ടാ, വണ്ടി പഞ്ചറായെന്ന് തോന്നുന്നു. ഇവിടെ പഞ്ചർ ഒട്ടിക്കുന്ന കടവല്ലതുണ്ടോ? അവിടെ ഒരാളുണ്ട്, കയറ്റമാ. അല്ലെങ്കിൽ ഞാൻ കൂടെ വരാം. ഓ, രക്ഷപ്പെട്ടു. ഇവിടെ വെള്ളം കുടിക്കാൻ പോലും ഒരു കട പോലും കാണാതെ ഇരിക്കുമ്പോഴാണ് ഇതും കൂടി. വെള്ളം വർഷാപ്പിൽ കാണും. ചേട്ടാ, വണ്ടി പഞ്ചറായെന്ന് തോന്നുന്നു. വെള്ളം ഇപ്പൊ കുടിക്കാൻ മതിയോ? കുപ്പിയിലെ വെള്ളമാണെങ്കിൽ 15 രൂപ തരണം. നല്ല വെള്ളം. കുപ്പിയിലെ വെള്ളം. എന്താ, എന്തു പറ്റി? അവൻ ആ ചക്കളൊക്കെ വെട്ടി, എന്നിട്ട് ആ കൊണ്ടകൾ വെട്ടിയിട്ടില്ല. അവനൊരു അതാളെ കിട്ടാത്തത് കൊണ്ടാണ്. ഇനി അവൻ വെട്ടണ്ട. അയ്യോ, നിങ്ങൾ വഴക്കിനൊന്നും പോകണ്ട. എത്ര സൈക്കിൾ നിരന്നിരുന്നതാണ് ഇവിടെ. കാലം പോയൊരു പോക്കേ. ആരെങ്കിലും വിചാരിച്ചോ സൈക്കിളിന് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന്? നമുക്കും സ്കൂട്ടറിന്റെ പണിയൊക്കെ അറിയാമല്ലോ, അതൊന്ന് ചെയ്തൂടെ? ആ, ഞാനും പോണം. പിന്നെ കാണാം.
എന്താ പഞ്ചറായോ? ആണെന്ന് തോന്നുന്നു. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടോ ചേട്ടാ? അതാ കാണുന്നു, ഒരു ചെറിയ കയറ്റമാണ്. ഒറ്റയ്ക്ക് കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ ഞാൻ കൂടെ വരാം. ഉം. ഭദ്രേട്ടാ, പഞ്ചറാണെന്ന് തോന്നുന്നു. എവിടെ പോകുന്നതാ? ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രമില്ലേ, അവിടെ പോയതാ. പേരുകേട്ട ക്ഷേത്രമാണ്. ക്ഷേത്രം കാണാനും മലകൾ കാണാനുമാണ് ആളുകൾ ഇവിടെ വരുന്നത്. കുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേരെന്താ? ഏ എന്റെ പേര് സുമിത്ര. അങ്കിളിന്റെ സ്ഥലം എവിടെയാ? ഇവിടെ അടുത്ത. ഞാനിപ്പോ വരാമേ. ഞാൻ കണ്ടു, ആ ഫോട്ടോയിലെ പോലെ തന്നെ. അത് പഴയ ഫോട്ടോയല്ലേ? ആ, അതിന്റെ ഒരു എന്റെ അടുത്തുണ്ട്. പോലീസാണോ അതോ ചാനലിൽ നിന്നോ? അല്ല, ഞാൻ വണ്ടിക്ക് അള്ളവും ആണിയും വെക്കണം എന്ന് പറഞ്ഞ് ഇവിടെ പോലീസ് വന്നു. ഇവിടെ ആരും അതൊന്നും വെക്കാറില്ല. അയ്യോ, അതിന് ഞാൻ വണ്ടി ചെറിയാക്കി വെച്ചിട്ടുണ്ട്. അങ്കിൾ ഗോപാലപുരത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. പഴയ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ ഒരു സീനാണ്. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരുപക്ഷെ നമ്മളിനി കണ്ടില്ലെങ്കിലോ? 10-17 വർഷം മുമ്പുള്ള സംഭവമാണ്. എൻ്റെ അമ്മയുടെ ജീവിത വഴിയിൽ അള്ളു വെച്ചിട്ട് പോയ ഒരാളുണ്ട്. പഞ്ചറായ ജീവിതം തള്ളി നീക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പ്രേമവിവാഹമായതുകൊണ്ടായിരിക്കും കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ അമ്മ ഒരിക്കലും കൂട്ടാക്കിയില്ല. കഷ്ടപ്പെട്ട് എന്നെ വളർത്തി. ആ ആളിന്റെ പേരും ഭദ്രൻ എന്നായിരുന്നു. എന്താ ഭദ്രേട്ടാ പതിവില്ലാതൊരു ഞെട്ടൽ? 2 ദിവസത്തിനകത്ത് ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഭദ്രേട്ടാ, നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ 1-2 പൂച്ചകളും കോഴികളും ഒക്കെ ചത്തത് ഭദ്രേട്ടൻ കാരണമാണെന്ന് എനിക്കറിയാം. എലികൾക്ക് വെച്ച വിഷം കൊണ്ടായിരിക്കാമെന്നായിരിക്കും ഭദ്രേട്ടൻ പറയാൻ വരുന്നത്. എനിക്ക് മിണ്ടാപ്രാണിയായാലും മരങ്ങളായാലും എൻ്റെ മക്കളെ പോലെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ എൻ്റെ വരിക്കപ്പുലവനെയും കൊന്ന്. കഷ്ടപ്പെട്ട് എന്നെ വളർത്തി. ആ ആളിന്റെ പേര് ഭദ്രൻ എന്നായിരുന്നു.